ദിലീപ് ചേർന്നുണ്ട്. നിഷ, ഭക്തിസാന്ദ്രം തന്നെയല്ലേ ചക്കുളത്തുകാവ്? ദേവിക, ചക്കുളത്തുകാവും പരിസരവും യാഗശാലയായി മാറിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകർന്നു. ദേവിക്ക് പൊങ്കാല നേദിക്കാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. പൊങ്കാല കലങ്ങളിൽ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്നുള്ള അഗ്നി പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് പകർന്നതും തുടർന്ന് നമ്മൾ ഈ കാണുന്ന അടുപ്പുകളിലേക്കുമൊക്കെ അഗ്നി പകർന്നത്. നിരവധി സ്ത്രീ ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിട്ടുള്ളത്. എവിടുന്നാ വരുന്നത്? ഇവിടുന്ന് അമ്മ എവിടുന്ന? കോതമംഗലം. എല്ലാ വർഷവും വരാറുണ്ട്? ഇല്ലത് ആദ്യമായിട്ടാ. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് പൊങ്കാലയ്ക്ക് തുടക്കമായി. ഇനി ഒരു 12:30 ഈ നേദ്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാകും. പ്രധാനമായും ഇവിടുത്തെ നേദ്യം എന്ന് പറയുന്നത് ശർക്കര പായസവും ഉണക്കലരി പായസവും പാൽപ്പായസവും ഒക്കെയാണ് ഭക്തർ ദേവിക്ക് നേദിക്കുന്നത്. അതിനുശേഷം ദേവിയെ 51 ജീവിതങ്ങളിലായി ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് ഈ ഭക്തർ പൊങ്കാല അർപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഈ ഭക്തരുടെ എല്ലാവരുടെയും ഇടയിലേക്ക് ദേവി 51 ജീവിതങ്ങളിലായി എഴുന്നള്ളി ഭക്തരുടെ നേദ്യം സ്വീകരിക്കും. അതിനുശേഷം ഉച്ചദീപാരാധന നടക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ. എവിടുന്നാ വരുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വരുന്നതാണ് ചേച്ചി. എല്ലാ വർഷവും വരാം? ഇല്ല, ഞാൻ ആദ്യമായി വരുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് പൊങ്കാല ഇടുന്നത്. ചക്കുളത്തമ്മയുടെ ഭക്തയാണ്. ചക്കുളത്തമ്മയിൽ നമ്മൾക്ക് വളരെ വിശ്വാസമാണ്. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ പൊങ്കാല ഇടാൻ എത്തിച്ചേർന്നതെന്ന് ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നു. ദേവിക, ഇങ്ങനെ ഓരോ ആളുകളും എല്ലാ വർഷവും വരുന്നവരുണ്ട്, ആദ്യമായി വരുന്ന ആളുകളുണ്ട്. ഭക്തിപൂർവ്വം കാത്തിരുന്ന വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ചക്കുളത്തുകാവിലേക്ക് എത്തുന്നത്. ഇന്നലെ മുതൽ തന്നെ ക്ഷേത്രവും പരിസരവും സ്ത്രീകളായ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്നലെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ ചക്കുളത്തുകാവ് പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രമാണ് ഇവിടെ ഈ പൊങ്കാലയ്ക്കായി എത്തിയിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് മാത്രമല്ല, ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്ത്രീകൾ മാത്രം. സ്ത്രീകളെ കൊണ്ട് ക്ഷേത്രവും പരിസരവും ആകെ നിറഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ 70 കിലോമീറ്റർ ചുറ്റളവിൽ ഹരിപ്പാട്, ചെങ്ങന്നൂർ, വിയപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പൊങ്കാല അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. എവിടുന്നാ വരുന്നത്? കാസർഗോഡ്. എല്ലാ വർഷവും വരും? ഇല്ല, ആദ്യമായിട്ടാണ് വന്നത് ഇവിടെ. വേറെ ആരൊക്കെയുണ്ട് കൂടെ? ഇതേപോലെ ചേച്ചിയാ. ഇവിടെ ഉള്ളവരെല്ലാം കാസർഗോഡുകാരാണ്? ഇവിടെ ഉള്ളവരെല്ലാം കാസർഗോഡാണ്. ട്രെയിനില് മെഞ്ഞാന്ന് എത്തിയതാ. എപ്പോഴാ വന്നേ? മെഞ്ഞാന്ന്. ഈ ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് താമസിച്ച് പൊങ്കാല നേദിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവരെല്ലാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ മുഴുവൻ ഒരു യാഗശാലയായി മാറും. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്കാല നിവേദ്യം തയ്യാറാകും. പിന്നീട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായുള്ള കാത്തിരിപ്പാണ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ആ ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കും തന്നെ വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെ ഈ പൊങ്കാല എങ്ങനെ തീരും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ആ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഭക്തിയുടെ നിറവിൽ ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ. 12:30 പൊങ്കാല നിവേദ്യം തയ്യാറാകും. അതിനുശേഷം 12:30 പൊങ്കാല നിവേദ്യം തയ്യാറാകും. അതിനുശേഷം ദേവിക്ക് പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ഉച്ചദീപാരാധനയോടുകൂടി രാവിലത്തെ ചടങ്ങുകൾക്ക് സമാപനമാകും. ദേവിക, തന്നെയാണ് ചക്കുളത്തുകാവ് ഭക്തിസാന്ദ്രമാണ്. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തുടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾ അവിടേക്ക് എത്തി പൊങ്കാല അർപ്പിക്കുകയാണ്. ദുബായിൽ നിന്ന് പോലും അവിടേക്ക് എത്തി ചക്കുളത്തമ്മയിലുള്ള അത്രത്തോളം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കുന്ന ഭക്തജനങ്ങളാണ് നമ്മൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ 9:30 വിളിച്ചു പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാര്യയും ഗായികയുമായ രാധിക സുരേഷ് ഗോപിയും ചലച്ചിത്ര താരം ഗോകുൽ സുരേഷും ചേർന്ന് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് ക്ഷേത്ര പരിസരം മുഴുവൻ
സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ ശബരിമല എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ചക്കുളത്തുകാവിലെ വളരെ പ്രസിദ്ധമായ പൊങ്കാല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങും ഭക്തിയുടെ നിറവിൽ തന്നെ ജനങ്ങൾ ആത്മസമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിഷ ദിലീപ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. നിഷ, എങ്ങും ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചക്കുളത്തുകാവിലേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ്. അവർ പറയുന്നത് ചക്കുളത്തമ്മയിലുള്ള അത്രത്തോളം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവർ അവിടേക്ക് എത്തിയിരിക്കുന്നത്. ദുബായിൽ നിന്ന് പോലും ഒരു ഭക്ത അവിടേക്ക് എത്തി പൊങ്കാലയിടുന്നു, നമ്മോട് പ്രതികരിച്ചിരുന്നു. മാത്രവുമല്ല, അവരെല്ലാവരും ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ പൊങ്കാല നൈവേദ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അങ്ങനെ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തർ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തി പൊങ്കാല നേദിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചവരെല്ലാം പറയുന്നത് പോലെ തന്നെ 2-3 ദിവസമായി ഇവിടെ എത്തി പൊങ്കാല അർപ്പിക്കുന്നതിനായുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആകെ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. ചക്കുളത്തുകാവും പരിസരവും അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറുകയാണ്. ചക്കുളങ്കാവിലമ്മേ ചക്കുളങ്കാവിലമ്മേ മൂകാംബികെ ആദിവരസട്ടിയേ ആദിവരസട്ടിയേ അരുങ്കതന്തൂരക്ഷയ്ക്കയമ്മേ ആനന്ദരൂപിണിയെ ഭഗവതി കാത്തുരക്ഷിക്കയമ്മേ ആദിവരസട്ടിയേ അരുങ്കതന്തൂരക്ഷയ്ക്കയമ്മേ ഇന്നു ഞാൻ അമ്മയുടെ കൃപയ്ക്കായി താണുവണങ്ങിടുന്നു ശൂലവും കൈയിലെത്തി കാത്തിയാനി കാത്തുരക്ഷിക്കയമ്മേ ഈശ്വരി ശങ്കരിയെ അവിടുന്നു വേദളരൂപിണിയാൽ ശത്രു സംഹാരം ചെയ്തു അടിയനെ കാത്തുരക്ഷിക്കയമ്മേ ഉള്ള കാലത്തിലെല്ലാം അമ്മയുടെ പാദം വാഹനത്തിന്റെ ഡ്രൈവർ എത്രയും വേഗം വാഹനത്തിൽ കയറുക. RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ റിജി ചെറിയാൻ സാറിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ എത്രയും വേഗം വാഹനത്തിൽ എത്തേണ്ടതാണ്. ഉള്ള കാലങ്ങളെല്ലാം അമ്മയുടെ പാദം ഭജിച്ചിടുവാൻ ശക്തിയെ കിടണമേ തമ്പുരാട്ടി നിത്യവൂ എന്റെ അമ്മേ പൂഴിയിൽ വാണിടുന്ന ഭക്തരുടെ ദുഃഖമകറ്റിടുവാൻ സ്നേഹമായി വന്നതായേ പങ്കജാക്ഷി കാത്തുരക്ഷിക്കയമ്മേ ഇതോടെ സിദ്ധഹസ്തനായ സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി തൃക്കരങ്ങളാൽ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ ആരംഭം കുറിച്ചിരിക്കുന്നു പൊങ്കാല. പകരുന്ന തീനാദങ്ങൾ ഏറ്റുവാങ്ങി 10,000-കണക്കിന് അടുപ്പുകളിൽ പൊങ്കാല നൈവേദ്യം തയ്യാറാക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ് സ്ത്രീ സന്ധ്യം. ചൂടും പുകയും
അനുഗ്രഹ കടാക്ഷങ്ങളാക്കുന്ന പൊങ്കാല. ഭക്തിസാഗരമായ പൊങ്കാല വീഥികളിൽ വാത്സല്യവർഷം തൂങ്ങി ചക്കുഴത്തമ്മ. പൊങ്കാലയ്ക്കായി ദീപപ്രവചനം നിർവഹിച്ച നിമിഷം മുതൽ ആയിരം മംഗളമാർ ഏറ്റുവാങ്ങി ഭഗവതിക്ക് ഇഷ്ട നൈവേദ്യം തയ്യാറാക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. വിളിച്ചുചൊല്ലി പ്രാർത്ഥനകളും അമ്മനാരായണ മന്ത്രങ്ങളും മുഴങ്ങുന്ന പദ്യന്തരീക്ഷത്തിൽ ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല. ഭക്തമനസ്സുകളുടെ തൃപ്പഴ നൈവേദ്യമായ പൊങ്കാല. പമ്പയാറന്റെ ചിത്രോളങ്ങൾ മന്ത്രങ്ങൾ മുഴങ്ങുമ്പോൾ ഇതാ വൃക്ഷത്തലപ്പുകൾ ഇലകളാക്കി ഗായത്രി മൂടുമ്പോൾ ഈ മഹാഭൂമികയിൽ ആകമാനം പൊങ്കാല പുകയാൽ സംശുദ്ധീകരിക്കപ്പെടുകയാണ്. ചേച്ചി എവിടെ നിലമ്പൂര് എല്ലാ വർഷം വരാം? ആ വരവുണ്ട്. സന്തോഷമായി. നിലമ്പൂരാണ്. അമ്പലക്കുന്ന്, അമരമ്പല അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്നാണ്. ശ്രദ്ധിക്കുക, RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ രജി ചെറിയാൻ ചേച്ചി എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്. ആ ക്ഷേത്രനഗരിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ലാത്ത വിധത്തിൽ അമ്മയുടെ ഭക്തയാണോ? മറ്റൊരു വാഹനം അവിടെ തടസ്സമായി പാർക്ക് ചെയ്തിട്ടുണ്ട്. സർവേശ്വരി വരുന്നുണ്ട് പൊങ്കാലയുടെ. ചെയർമാൻ എന്ന് ബോർഡ് കാണാം. ആ വാഹനത്തിന്റെ ഡ്രൈവർ എത്രയും വേഗം ആ വാഹനം മാറ്റി കൊടുത്താൽ മാത്രമേ ചക്കുളത്തുകാവും പരിസരവും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആയിരക്കണക്കിന് സ്ത്രീ ഭക്തർ ചക്കുളത്തുകാവും പരിസരവും എല്ലാം തന്നെ അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പൊങ്കാലക്കലങ്ങളിലൊക്കെ പൊങ്കാലക്കലങ്ങളിൽ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തന്നെ ഈ പൊങ്കാല ദേവിക്ക് അർപ്പിക്കാനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. 51 ജീവിതകളിലായി ദേവിയെ എഴുന്നള്ളിച്ച് 51 ജീവിതകളിൽ 500-ലധികം വേദ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ 51 ജീവിതകളിൽ ദേവി ഓരോ ഭക്തരുടെ അടുത്തേക്കും എഴുന്നള്ളി പൊങ്കാല നിവേദ്യം സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. അതിനുശേഷം ഇവിടെ ഉച്ചദീപാരാധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. അതോടുകൂടി രാവിലെ ഉള്ള ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാകും. പിന്നീട് വൈകിട്ടാണ് സമാപന ചടങ്ങുകൾ നടക്കുന്നത്. വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാലയുടെ ഇത്തവണത്തെ പൊങ്കാല ഔദ്യോഗികമായി സമാപിക്കും. എന്തായാലും ഇപ്പോൾ ഈ എല്ലാ പൊങ്കാല അടുപ്പുകളിലും അഗ്നി പകർന്നു. ഇപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ച് പൊങ്കാല നിവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ശർക്കര പായസം, പാൽപ്പായസം, ഉണക്കലരി ചോറ് ഇതൊക്കെയാണ് ഭക്തർ ഇവിടെ പൊങ്കാലയെ അർപ്പിക്കുന്നത്. നമ്മൾ ഈ ഓരോ ആളുകളോടും ചോദിച്ചു അവരെവിടെ നിന്നാണ് വരുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആര്യാട് ആലപ്പുഴ നേതാജി കിഴക്കോശ. എല്ലാ വർഷം വരാറ്? എന്താ എല്ലാ വർഷവും വരാൻ? ഇപ്പൊ 5-6 വർഷം കൂടി ഈ വർഷം വന്നു. പിന്നെ എല്ലാ മാസം ആദ്യ വെള്ളിയാഴ്ച വരും. 12 നോയമ്പ് എടുക്കും. അതിനൊക്കെ വരും. ഭക്തിപൂർവ്വം വ്രതമെടുത്ത് വരുന്ന ആളുകളാണ് ഇവിടെയുള്ള. ഭക്തിപൂർവ്വം വ്രതമെടുത്ത് ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി വരുന്ന സ്ത്രീ ഭക്തരുടെ വലിയ നിര തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകളായ ഭക്തർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. ശരിയെങ്ങും ഭക്തിസാഗരമായ കാഴ്ചകൾ തന്നെയാണ് ചക്കുളത്തുകാവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.